ഇനിയിപ്പോൾ ഞാനൊരു ചേമ്പ് നടാനാണ് പോകുന്നു. കണ്ടേ ഇപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ ചേമ്പ് ഇതിലിപ്പോൾ എന്തെല്ലാം കൊണ്ടുവച്ച് വെച്ചാൽ കുറേ കാട് വയക്കിയിട്ട കാടുണ്ട്. ഇതിനടുത്ത് വയക്കിയിട്ട കാടുണ്ട്. ഇത് കണ്ട ഇത് ഇതിനടുക്കെ വയക്കിയിട്ട് അത് അറിഞ്ഞതാണ്. ഇത് ഇതിനകത്ത് നടക്കട്ടെ. ഇതിനകത്ത് നടത്തിട്ട് ഞാൻ അതില്ലേ ഇതിനകത്ത് നടക്കുക. ഇതിനകത്ത് നടത്തിക്കാൻ ഇതിനകത്ത് കുറേ നടത്തിട്ട് പിന്നെ ഇനി എന്നാ വേണ്ടത് വെച്ചാൽ ആ വാഴത്തടിയുണ്ട് അതും കൂടി കുറച്ച് ഇതിൻ്റെ അകത്ത് ഈ വളം വാരി ഇടുക. ഇത് കുറച്ച് വളം വാരി ഇടണം. ഇത് കണ്ടില്ല, ഇത് കുറച്ച് വാരി ഇടുക. ഇത് വളമാണ്. ഇത് കുറച്ച് വാരി ഇടുക. കണ്ടല്ലേ, കുറച്ച് വളം ഇതിനകത്ത്. ഈ വളം ഇട്ട് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഈ കാട് പെട്ടെന്ന് അമിഞ്ഞ് നല്ല പൊടിവളം പോലെ ആവും. അതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ഇരുന്നത്. കുറച്ച് അതിൻ്റെ അപ്പുറം ഇട്ട് കഴിഞ്ഞാൽ നല്ല വളമായി. പിന്നിപ്പോൾ ഇതിനകത്ത് ഈ വാഴത്തട ഇത് കുറച്ചിടുക. ഇത് കണ്ടില്ലേ, ഇത് കുറച്ചിടുക. ഇത് കുറച്ചിട്ടിട്ട് ഇത് കണ്ടല്ലോ, ഈ വാഴത്തടിയും കൂടി കുറച്ചിട്ടു. ഇതിട്ട് കഴിഞ്ഞാൽ പിന്നെന്താ വേണ്ട വെച്ചാൽ ഇപ്പോൾ അങ്ങനെ കൂടുതൽ വേണ്ട. നമുക്ക് പിന്നെയും നട്ടിട്ട് പിന്നെ പൊന്തിക്കണം. അതുകൊണ്ട് എന്താ വേണ്ട വെച്ചാൽ എനിക്ക് കുറച്ച് കൂടി ഈ വളം ഇടുക. ഇത് കുറച്ച് ചകിരിച്ചോറ് എടുക്കുക. ഇത് കൊയിലിടുക. കുറച്ച് ചകിരിച്ചോറും ഞാനിപ്പോൾ ഇപ്രാവശ്യം ലേശം മണ്ണിട്ടിട്ട് നോക്കാമെന്ന് വിചാരിക്കണം. ചാക്കിൻ്റെ അകത്ത് കുറച്ച് ചകിരിച്ചോറും അതിൻ്റെ ബാക്കി മണ്ണും കൂടി ഇടാൻ എല്ലാം ഇട്ടിട്ട് നോക്കാൻ വിചാരിക്കണം. ഇത് കണ്ടില്ലേ, ചകിരിച്ചോറും കൂടി എടുത്തിട്ടുണ്ട്. ഇത് ചകിരിച്ചോറാണ്. ഇതിനൂടെ കുറച്ച് ഇതിനകത്ത് വാരി ഇടട്ടെ. ഇതും കൂടി കുറച്ച് ഇട്ടിട്ട് ഇനിയിപ്പോൾ കുറച്ചായിട്ടിട്ടോ ചകിരിച്ചോറും. ഇനിയിപ്പോൾ ഇത് കുറച്ചും കൂടി ഇടാം വളം. ഈ പോട്ടിയും ഇതാക്കി വെച്ച വളമാണ് ഇത് നല്ല വളമാണ്. നല്ല കടുകറക്കിട്ടുണ്ട്. ഇതിപ്പോൾ നട്ടിട്ടായില്ല. ഇപ്പോൾ ഇത്ര പോലെയായി. ഇനിയിപ്പോൾ കുറച്ച് മണ്ണ് നമുക്ക് ഇട്ട് വെക്കാം. ലേശം മണ്ണ് ഇട്ട് വെക്കാം. എന്നാൽ വളം ഇതാവാം. കുറച്ചേ വേണ്ടു. ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. ഒരിക്കലും ലേശം ചാക്കിലിട്ട് നോക്കിയാൽ എന്തെങ്കിലും അതിന് മാറ്റം ഉണ്ടോ നോക്കട്ടെ വെച്ചില്ല. ഒന്ന് മണ്ണ് കുറച്ചിട്ടിട്ട് നട്ടു വെക്കാം, ഒന്ന് ബെറുങ്ങനി നട്ടു വെക്കാം. എന്നിട്ടാണ് ഞാൻ ഇതെടുക്കുന്നത്. ഇനിയിപ്പം കുറച്ചും കൂടി ഈ കാട് വാരി അതിലിട്ടേ. ഇത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം വളം ഇടേണ്ടതാണ്. അതുകൊണ്ട് ഇതെല്ലാം ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് പിന്നെ ഇതിൻ്റെ അകത്ത് ഇഷ്ടംപോലെ കാടിലോട്ട് വയക്കി നമുക്ക് എവിടെയും കളയണ്ട. ഇതിൻ്റെ അകത്ത് വാരി നിറച്ച് വെക്കാം. കണ്ടില്ലേ, കാട് ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് ഇട്ടു. ഇനിയിപ്പം എന്നാ വേണ്ടത് വെച്ചാൽ കുറച്ചും കൂടി ഈ ചകിരിച്ചോറ് ഇട്ട് കൊടുത്തിട്ട് ചകിരിച്ചോറ് കുറച്ചും കൂടി ഇട്ട് ഉണ്ടോ, അതും കൂടി ഇട്ടു. ഇനിയിപ്പം കുറച്ച് ഈ വളം ഇതിൻ്റെ മേലെ വളം കൂടി ഇട്ട്. ഈ ഒരു പാട് വേണം ചാക്കിൽ നിറക്കാൻ. ഒരു ചാക്ക് നിറക്കണ്ടെങ്കിൽ പണി വെക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് കണ്ടോ നല്ല വളമായി. നല്ല അതിൻ്റെ അകത്ത് ഈ മണ്ണിര നിറഞ്ഞിന് വളമാക്കി. മണ്ണിര നിറഞ്ഞിന് നല്ല ജൈവവളത്തിൻ്റെ വൃത്തിയിലുകൊണ്ടാണ് ഈ മണ്ണിര വരുന്നത്. ഇത് കണ്ടില്ലേ, ഇതേപോലെ നട്ടു. ഇനിയിപ്പം എന്നാ വേണ്ട വെച്ചാൽ ഞാനിതെടുത്തിട്ട് നട്ടേ. ഇത് വേണ്ട, ഇതാണ് നടുന്ന വിത്തായത്. കണ്ടില്ലേ, കണ്ടോ, ഇതാണ് നടുന്നത്. ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ നടുക്ക് ഇങ്ങനെ വെച്ചിട്ട് കൊടുക്കട്ടെ. ഇത് നമ്മളിത് ആയിക്കഴിഞ്ഞാൽ ഇത് നട്ടിട്ട് പൊടിച്ച് കഴിഞ്ഞാലുണ്ട് നമുക്ക് പാട് വളം കൊടുക്കാൻ. ഇതിപ്പോൾ തേച്ചോ അമ്മ ഇതങ്ങ് താഴെത്തും. ആ സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ തൽക്കാലം ഇത് ഞാനിവിടെ നട്ടു. ഇനിയിപ്പം കുറച്ച് കഴിയുമ്പോൾ ഇതങ്ങ് താണ് വരും. ഈ ഒരു 2 ദിവസം കഴിയുമ്പോൾ തന്നെ വരും. ആ സമയത്ത് നമുക്ക് ഈ തിരി വരുമ്പോഴേക്ക് നമുക്ക് ഇതിനകത്ത് കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. കനമൊന്നുമില്ല, കാടായതുകൊണ്ട് കനമില്ല. ഞാനിപ്പോൾ ഇതിവിടെ എടുത്ത് കൊടുക്കട്ടെ. ഇനിയിപ്പോൾ ഒന്നിലും നിറച്ചു. ഇനിയിപ്പോൾ ഒന്നിലും കൂടി നടണം. നമുക്കതും കൂടി ഒന്ന് നോക്കി നോക്കാമല്ലോ. ഒന്നിലും കൂടി ഇത് ഞാനിനി വാരി നടക്കട്ടെ. അതിൻ്റെ അടിയിൽ ഒന്നും കൂടി നടാനുണ്ട്. നട്ടെ, ഒന്നും കൂടി നട്ടെ. ഇതിപ്പോൾ ഇത് അടിയിൽ ഇത് വാരി നടക്കുക. ഇതല്ലേ കാട്
ഇതൊരുപാടുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ബൈക്കിൽ കൂട്ടിയിട്ടുണ്ട്. ദിവസം ബൈക്കിൽ കൂട്ടിയാൽ 2 ദിവസം കഴിയുമ്പോൾ കമ്മിഞ്ഞോളും. ഉണ്ടാ അമ്ഞ്ഞു അത് അതിൽ വാരി നിറച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല വളമായി, കാടും ഉണ്ടാവില്ല, എല്ലാ സ്ഥലത്തും വൃത്തികേടുണ്ടാവില്ല. എല്ലാം വളം ദേശം നമ്മളിങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പറമ്പ് നല്ല കണ്ടീഷനായിരിക്കും. ഉണ്ടല്ലേ, ഞാനിപ്പോൾ കുറേ കാലം ഇല്ലാത്തതുകൊണ്ട് പറമ്പെല്ലാം നിറഞ്ഞു കിടക്കുക. അതുകൊണ്ട് ഇതെല്ലാം ഇനി ഇല്ലാണ്ടാക്കണം. തേച്ചും ഇങ്ങനെ നമ്മൾ കൃഷി ചെയ്തിട്ട് ഇതിൻ്റെതായ ഇത് നമുക്ക് ആക്കി വെക്കണം. ഇപ്പോൾ കണ്ടല്ലോ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തന്നാൽ നിങ്ങൾ എല്ലാവർക്കും ചെയ്യാൻ ഉപകാരപ്രദമാകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതുപോലെ ചെയ്തിട്ട് കൃഷി ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടോയെന്ന് നിങ്ങൾ നോക്ക്. എന്നിട്ട് എന്നോട് വിവരം പറഞ്ഞാൽ മതി. ചെയ്തിട്ട് ഗുണമില്ലെങ്കിൽ എന്നോട് പറയണ്ട, ഒന്നും പറയണ്ട. അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു, അതിന് മുടക്കൂല. പക്ഷേ ഇതാവുന്നതിനിടയ്ക്ക് നിങ്ങളൊന്നും കുറ്റം പറയല്ലേ. നിങ്ങളിത് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ കുറ്റം പറയാവൂ. ഈ പീല് ഞാനിപ്പോൾ നടക്കുന്നത് വെച്ചാൽ ഇതിൻ്റെ അടിയിൽ കുറച്ച് മണ്ണിടാം, ലേശം. അതെന്തിനാ വെച്ചാൽ ആ തോലം കമ്മിയോട്ട് വെച്ചാൽ ആ മണ്ണാകുമ്പം വേഗം ലേശം അതിനോട് യോജിക്കും. ഇതില്ലേ, ഇനിയിപ്പോൾ ഇതിനകത്ത് ഉണ്ടാ, ഇതിനകത്ത് ഇത് ഈ പൊടിവളം വാരിയിട്ടെ. ഉണ്ടാ, ഈ പൊടിവളം വാരിയിട്ടിട്ട് കുറച്ച് ചകിരിച്ചോറും വാരിയിട്ട്. ഇനിയിപ്പം കുറച്ച് ചകിരിച്ചോറാണ് വാരിയിടേണ്ടത്. ചകിരിച്ചോറ് പൊട്ടി മിക്സ് ആക്കിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇത് എല്ലാം ഇങ്ങനെ. കുറച്ച് ഈ വാഴത്തടേൻ്റെ ഇതുണ്ട്, ഇത് ഞാൻ ഇഷ്ടംപോലെ, എനിക്ക് വാഴത്തട ഇഷ്ടം പോലെ ഉണ്ട്. അത് കൊത്തി തറച്ചിട്ട് വെച്ചാൽ എനിക്ക് ഇഷ്ടംപോലെ ആവും. അതിന് വേണ്ടിയിട്ട് വാഴത്തടക്ക് ഒരു വിഷമവുമില്ല. ഓരോരോ കൊല കൊത്താനുണ്ട്, ഇഷ്ടംപോലെ കൊത്തിക്കൊണ്ട് വെക്കുമ്പോൾ തറച്ചിട്ടാൽ എനിക്ക് കൃഷി ചെയ്യാൻ ഒരു വിഷമവുമില്ല. അത് നല്ലൊരു വളവും കൂടിയാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഇത് ചകിരിച്ചോറാണ്. ചകിരിച്ചോറും ബാക്കി ഇത് കണ്ടോ, ഇത് പിന്നെ ഇതാണ് വാഴത്തട. ഇതും കൂടി ഇതിൽ വാരിയിട്ട് നിറച്ചിട്ട് നിങ്ങൾ കൃഷി ചെയ്ത് നോക്കുക. ഞാൻ കഴിഞ്ഞെല്ലാം വാഴത്തടയിൽ നട്ട കൃഷി, ചക്കമടയിൽ നട്ട കൃഷിയാണ് നിങ്ങൾ കണ്ട ചേമ്പ്. ഇനിയിപ്പോൾ ഒരു മരുന്ന് ചേമ്പും കൂടി കിളക്കാനുണ്ട്. അത് കുറച്ചും കൂടി വണ്ണം വെക്കട്ട് മേടിച്ചിട്ടാണ് ഞാൻ കളക്കാതെ. അതും കൂടി ഞാൻ കളിച്ചിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ കാണിക്കുന്നില്ല, ഈ ചാക്ക് പഴയതായി. എന്നാലും ഞാൻ കുറച്ച് വാരിയിടട്ടെ. ഇത് 2 ദിവസം കഴിയുമ്പോഴേക്ക് ഇത് താഴെ വരും. ആ സമയത്ത് നമുക്ക് വളർത്ത് കൊടുക്കാം. മനസ്സിലായില്ലേ? എല്ലാവർക്കും മനസ്സിലായി തോന്നുന്നു. ഇതുപോലെ എല്ലാവരും ചെയ്യുക. എന്നിട്ട് കൃഷിയിൽ എല്ലാവരും മുന്നോട്ട് വരിക. ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് കൃഷി ആരല്ലോ ചെയ്തിട്ട് ഇഷ്ടംപോലെ മുന്നോട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു കൊടുത്ത പണിപ്രകാരം ആ പ്രസു പ്രഭു എന്ന് പറഞ്ഞ ഒരു ചാനലുണ്ട്. ആ ചാനലിൽ എൻ്റെ മോനാണത്. ആ മോൻ കൃഷി ചെയ്തിട്ട് ഇപ്പോൾ എന്നോട് പറയുന്നത് എത്ര എത്തിപ്പോയി, അത് ഇല്ലാണ്ടാക്കാൻ എന്തെങ്കിലും വരുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ അത്രയും പറിച്ച് മടുത്തു എന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു കൊടുത്ത പോലെ നട്ടിട്ട് ഓൻ പറയുന്നത്, ഞാൻ പറഞ്ഞു കൊടുത്ത പോലെ നട്ടിട്ട് എനിക്ക് പറിച്ച് മടുത്തു, അതുകൊണ്ട് ഇനി ഇല്ലാണ്ടാക്കാൻ എന്തെങ്കിലും വരുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത് എന്നോട്. തമാശയാണെങ്കിലും തമാശയമേൽ പറയുന്നതാണ്. എന്നാലും അത്രയും കൂടി ആണ് ഈ കൃഷി. ഞാൻ പറഞ്ഞു കൊടുത്ത കൃഷിയിൽ ഒരു വ്യാജമില്ലാന്ന്. അത് ഞാൻ മാത്രമല്ല, യമുന സ്ലോഗ് എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. ആ ചാനലും പറഞ്ഞു ഇതേപോലെ ഈ അമ്മേൻ്റെ ഇത് ഞാൻ ചെയ്തിട്ട് നല്ലതാണ്, എല്ലാം ശരിക്കുള്ളതാണെന്ന് പറഞ്ഞു. അത് എനിക്കൊരു വലിയൊരു ബഹുമാനം തന്നെയല്ലേ എന്തായാലും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതേപോലെ ചെയ്യുക, കൃഷി ചെയ്യുക. എന്നിട്ട് നല്ലത് പറയും. കമൻ്റ് ഇട്ടു. ഇന്നാൾ ഞാൻ കരിവേപ്പിലേൻ്റെ മരുന്നിട്ടുതരാം. ഞാൻ എൻ്റെ വെല്ലം ഉണങ്ങിപ്പോയതാണ്. ഞാൻ എന്നിട്ട് അത് ഇട്ടേൻ്റെ എൻ്റെ കരിവേപ്പില തഴച്ച് വളർന്നു എന്ന് പറഞ്ഞിട്ട് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഞാൻ ചെയ്യുന്നതെല്ലാം ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ട് വിജയം കണ്ടെത്തിയിട്ട് മാത്രമേ ഞാൻ നിങ്ങളോട് പറയുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങളത് ചെയ്ത് നോക്കുക. പക്ഷേ വളം കുറക്കാൻ പാടില്ല. നല്ലപോലെ വളം വേണം. ആട്ടും കാഷ്ടായാലും മതി, കോഴിവളമായാലും ശരി. കോഴിവളം ഉണ്ട് ഇടാം. ഞാൻ കോഴിവളം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. കോഴിവളം ഉണ്ട്. കോഴിവളം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കുറച്ച് പൊടിച്ച് വരട്ടെ. അന്നേരം കോഴിവളവും എല്ലാം കൂടി കുറച്ച് ഇട്ട് കൊടുക്കുക. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം, ഗുഡ് ബൈ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവരും വീഡിയോസ് കാണണം, ഹൈപ്പ് അടിക്കണം, ലൈക്ക് അടിക്കണം, ഹൈപ്പ് അടിക്കണം, സബ് ചെയ്യാത്തൊരു സബ് ചെയ്യണം. ഗുഡ് ബൈ, നന്ദി, നമസ്കാരം.